ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസിംഗ് കുക്കിംഗ്. ഞാൻ മഞ്ജുശ്രീ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വെജ് സാൻഡ്വിച്ചാണ് ടിഫിൻ ബോക്സിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. സാധാരണ കുട്ടികൾക്കൊക്കെ മടിയാണ് വെജിറ്റബിൾസ് കഴിക്കാൻ. അപ്പോൾ നിറയെ വെജിറ്റബിൾസ് അടങ്ങിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഒരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് ഞാൻ ഈ മയണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് പ്യുവർ വെജ് മയണൈസ് ആണ്. 4-5 ടേബിൾ സ്പൂൺ മയണൈസ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന സാൻഡ്വിച്ചിന്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പിസ്സ ഓറിഗാനോ ഫ്ലേക്സ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റഡ് ക്യാരറ്റ്, ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ക്യാപ്സിക്കം, ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവോള, ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കുക്കുംബർ, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ബ്രൗൺ ബ്രെഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല തിക്കായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് ഇവൻലി ഇതിന്റെ മേലേക്ക് ഫില്ലിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിറയെ വെജിറ്റബിൾസ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് വളരെ ഹെൽത്തിയാണ്. മയണൈസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് വളരെ ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വെജ് സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നിറയെ വെജിറ്റബിൾസും മയണൈസും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളിത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ അയക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്തായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ല മറ്റൊരു ടിഫിൻ ബോക്സ് റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.